ഹലോ ഫ്രണ്ട്സ്, റിപ്ലൈ 9088 എപ്പിസോഡ് 19 പാർട്ട് 2 മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും അച്ഛൻ്റെ റിട്ടയർമെൻറ്റിനെ പറ്റി അറിയുമ്പോൾ ആദ്യം സങ്കടപ്പെടുന്നുണ്ട്. എന്നാൽ അച്ഛൻ അത് ചോദിച്ചു വാങ്ങിയതാണെന്നും 4-5 വർഷം കഴിഞ്ഞിട്ടാണ് റിട്ടയർ ആവുന്നതെങ്കിൽ അപ്പോൾ കിട്ടുന്ന പൈസേനേക്കാൾ 2 ഇരട്ടി ഇപ്പോൾ കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഹാപ്പി ആകുന്നുണ്ട്. അച്ഛനും അമ്മയും ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം, കുറച്ച് സ്ഥലത്തേക്ക് ട്രിപ്പൊക്കെ പോയി നല്ല എൻജോയ് ചെയ്ത് വരണം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ആ ടൈമിലാണ് കിമ്മിൻ്റെ അച്ഛൻ വന്ന് ദെക്സോനയുടെ അമ്മേനെ ഒരു ഹെൽപ്പിന് കൊണ്ടുപോകുന്നത്. ദെക്സോനയുടെ അച്ഛനാണെങ്കിലോ ടേക്കിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആള് ബ്ലാക്ക് നൂഡിൽസ് കഴിക്കുന്നത് കണ്ട് ഇത് എവിടുന്നാന്ന് ചോദിക്കുന്നുണ്ട്. ഓ, ഇത് കിമ്മിൻ്റെ അച്ഛൻ കൊണ്ടുവന്നതായെന്ന് പറയുന്നതും അപ്പോൾ തന്നെ കിമ്മിൻ്റെ അച്ഛൻ വേറെ 2 പാക്കറ്റായിട്ട് അങ്ങോട്ട് വരികയാണ്. ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ, ഓ, ഭാര്യ ഭയങ്കര കലിപ്പിലാണ്, എന്നെ പിടിച്ച് പുറത്താക്കി, ഇനി എൻ്റെ ഫേസ് കാണണ്ടെന്നാ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഇത് കഴിക്കാമെന്ന് പറയുമ്പോൾ താൻ ടെൻഷൻ അടിക്കേണ്ട, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ലേഡീസിന് പീരിയഡ്സ് ഒക്കെ നിൽക്കുന്ന സമയത്ത് അവർ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. ആ ഏറ്റവും ദേഷ്യം തീർക്കുക അവരവരുടെ ഭർത്താക്കന്മാരുടെ അടുത്തായിരിക്കും. കഴിഞ്ഞ വർഷം എനിക്കിതുപോലെ സംഭവിച്ചതായെന്ന് ദെക്സോനയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്. അച്ഛൻ പറഞ്ഞത് ശരി തന്നെയായിരിക്കും. കിമ്മിൻ്റെ അമ്മ ഇപ്പം ആ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവർ 3 പേരിരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം എങ്ങനെയാണ് ഇതിൽ കൂടെയൊക്കെ കടന്നു പോയേ എന്ന് കിമ്മിൻ്റെ അമ്മ ദെക്സോനയുടെ അമ്മയോട് ചോദിക്കുമ്പോൾ, എൻ്റെ പെൺമക്കൾ കാരണം ഞാൻ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരുന്നു എന്ന് പറയുന്നത് കേട്ട്, ഇതാ പെൺകുട്ടികൾ വേണമെന്ന് പറയുന്നത് എന്നപ്പോൾ സുൻവോൻ്റെ അമ്മ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിലും ദെക്സോന നല്ല മിടിക്കുക, സത്യം പറഞ്ഞ ദെക്സോനെ എൻ്റെ മരുമകളാക്കാൻ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് സുൻവോൻ്റെ അമ്മ പറയുന്നതും കഴിഞ്ഞ വർഷം ദെക്സോനയുടെ അമ്മ ഈ ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു എന്ന് അവിടെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നുണ്ട്. അതായത് അമ്മ ആകെ ക്ഷീണിച്ച് കിടക്കുന്ന സമയത്ത് ദെക്സോന വന്ന് ആളെ റെഡിയാക്കി പുറത്തേക്ക് ഒരു ഔട്ടിങ്ങിന് പോകുന്നതും, അതുപോലെ കയ്യിൽ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, ഓ, ഇത് കണ്ടിട്ട് എനിക്ക് ശരിക്കും കുശുമ്പ് വരുന്നുണ്ട്, അമ്മയായി ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. ഇത് കേൾക്കുന്ന ദെക്സോനയാണെങ്കിൽ പിന്നീട് അച്ഛന് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ഹാപ്പി ആയിരിക്കുന്ന ഒരു നല്ലൊരു ഫ്ലാഷ് ബാക്കാണ് അവിടെ കാണിക്കുന്നത്. പിന്നീട് ദെക്സോനയുടെ ഫാമിലി ഫുഡ് കഴിക്കുന്ന സമയത്ത് ടേക്ക് മത്സരങ്ങളിൽ വിജയിച്ചു എന്നൊക്കെ ന്യൂസിൽ കാണുന്നതും, നോളാണെങ്കിൽ ഓ, ഈ ടേക്കിന് എന്ത് ഭ്രാന്താലെ, എത്ര ഗെയിമിൽ എങ്ങനെ ജയിക്കുന്നത് എന്ന് പറയുന്ന സമയത്താണ് അവിടേക്ക് ടേക്കിൻ്റെ കോള് വരുന്നത്. ടേക്ക് ദെക്സോനയ്ക്ക് ഫോൺ കൊടുക്കാൻ പറയുന്നതും ഫോൺ വാങ്ങുന്ന ദെക്സോനയാണെങ്കിൽ ആ ശരിയെന്ന് പറഞ്ഞ് അപ്പം തന്നെ വീട്ടിൽ നിന്ന് ടേക്കിനെ കാണാൻ ഇറങ്ങുകയാണ്. ഇത് കാണുന്ന നോളാണെങ്കിൽ എന്തോ ഒരു പന്തികേടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബോറാനയാണെങ്കിൽ നീ മിണ്ടാതിരുന്ന് നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ദെക്സോനയാണെങ്കിലോ വീടിൻ്റെ പുറത്തെത്തുമ്പോൾ ടേക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും പിന്നീട് അവർ ക്യൂട്ടായിട്ടൊരു ഹഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ദെക്സോന പറയുന്നുണ്ട്, നാളെ അച്ഛൻ്റെ റിട്ടയർമെൻ്റ് ആണ് എന്നും എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ടെന്നൊക്കെ. ഇവനാണെങ്കിൽ ഞാനും വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നാമത് ഫാമിലിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ, പിന്നെ നീ വന്നു കഴിഞ്ഞാൽ അവിടെ ആകെ ബഹളായിരിക്കും, പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ നീ ആയിരിക്കും, അത് വേണ്ട, നാളെ എൻ്റെ അച്ഛൻ സ്റ്റാർ ആയാൽ മതി എന്ന് ദെക്സോന പറയുന്നതും ഇവൻ വീണ്ടും ഞാൻ വരണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് നല്ലൊരു പിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ക്യൂട്ട് സീനാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അച്ഛൻ റിട്ടയർമെൻറ്റ് പരിപാടിക്ക് പോകാൻ വേണ്ടി റെഡി ആകുന്നതും അമ്മയാണെങ്കിൽ ബോറാന ജോലി കിട്ടി ആദ്യമായിട്ട് വാങ്ങി തന്ന കോട്ടയല്ലേ ഇത് നിങ്ങൾ മാറ്റിവെച്ചത് ഇതുപോലെ ഒരു സന്ദർഭത്തിൽ ഇടാൻ വേണ്ടിയായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നതും അമ്മ വിഷമിക്കുന്ന സമയത്ത്, നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ, ഇതുപോലെ ഒരു ദിവസം 3-4 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും വരുമല്ലോ, മാത്രമല്ല എനിക്ക് ഒരുപാട് പൈസയും കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അച്ഛനും അമ്മയും നോളും കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ബോറാനയും ദെക്സോനയും കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അവർ മാത്രമല്ല സുൻവോൻ്റെ അച്ഛനും അമ്മയും ജീൻജും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, കുറച്ച് ഫ്ലവേഴ്സും ആയിട്ട്. ഇവർ ആ ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്ത് ദെക്സോനയുടെ അച്ഛനൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. ആ സമയത്തേക്ക് അവിടെ കിമ്മിൻ്റെ ഫാമിലി ഓടി എത്തുന്നുണ്ട് ഇതുപോലെ ഫ്ലവേഴ്സും ആയിട്ട്. പരിപാടിയൊക്കെ കഴിഞ്ഞ് താൻ വേഗം ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ കുറച്ച് പരിപാടി സെറ്റ് ആക്കാന്നപ്പോൾ കിമ്മിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ഹാപ്പിയായി പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അന്ന് നൈറ്റിൽ ബോറാന ഹോസ്പിറ്റലിലേക്ക് സുൻവോനെ ഫോൺ ചെയ്യുന്നതും സുൻവോയാണെങ്കിൽ ഇത്രയും കാലം അച്ഛൻ ജോലി ചെയ്തിരുന്നതല്ലേ, പെട്ടെന്ന് അത് നിർത്തുമ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവാൻ സാധ്യതയുണ്ട്, നന്നായി സമാധാനിപ്പിക്കുക എന്നൊക്കെ പറയുന്നതും ബോറാനയാണെങ്കിൽ പരിപാടി കുറച്ചുകൂടി വലുതാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്, ഇന്ന് 30 പേരാ അച്ഛൻ്റെ കൂടെ റിട്ടയർമെൻറ്റ് ആവുന്നത്, അവർക്ക് എല്ലാവർക്കും കുറച്ച് ഫ്ലവേഴ്സ് കൊടുത്തു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ പരിപാടി, എനിക്ക് ഭയങ്കര വിഷമമായി എന്നൊക്കെ പറയുന്നതും പിന്നീട് ദെക്സോനയുടെയും നോളിൻ്റെയും കൂടി ഇരുന്ന് ബോറാന എന്തോ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. വേഗം ചെയ്യേ, വേഗം അവർക്ക് കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കിമ്മാണെങ്കിൽ ഇന്ന് ഞാൻ വരുന്നുണ്ട് വീട്ടിലേക്ക് എന്ന് ജെങ്ങിനെ വിളിച്ചു പറയുന്നതും അമ്മ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല, ചില സമയത്ത് അമ്മ ഓക്കെയാണ്, ചില സമയത്ത് അമ്മ ഓക്കെ അല്ല എന്ന് ജെങ് പറയുന്നതും പിന്നീട് കിമ്മ് വീട്ടിലേക്ക് എത്തുന്നതും കാണിക്കുന്നുണ്ട്. വീട്ടിലെത്തുന്ന കിമ്മ് കാണുന്നത് അമ്മ ലൈറ്റൊന്നും ഇടാതെ ഇരുട്ടത്തിരിക്കുന്നതാണ്. സാധാരണ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷ പ്രകടനമൊന്നും അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അമ്മ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് അമ്മ കൂളായിട്ട് റൂമിലേക്ക് പോകുന്നതും കിമ്മ് ശ്രദ്ധിക്കുന്ന സമയത്ത് ടേബിളിലിരിക്കുന്ന ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ മറച്ചു വെച്ചിരിക്കുന്നത് കാണുകയാണ്. ഇവനതൊക്കെ ശരിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ കിമ്മ് ആ സൈക്കിൾ റെഡിയാക്കുന്ന സമയത്താണ് അങ്ങോട്ട് വരുന്ന സുൻവോ. സാർ ഇതെപ്പോൾ വന്നു, ഇതെന്താ പെട്ടെന്ന് അറിയിക്കാതെ എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ ബർത്ത്ഡേ ആണ്, പോകാൻ പറ്റിയ വല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്നിവൻ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അന്വേഷിക്കാം എന്ന് സുൻവോ പറയുന്നതും കിമ്മാണെങ്കിൽ ബോറാനിയായിട്ട് എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ചിരിക്കുകയാണ്. പിന്നീട് കിമ്മ് ജെങ്ങിനോട് ചേട്ടൻ ഡേറ്റിംഗ് ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞ്, എന്നിട്ടൊരു നല്ല റെസ്റ്റോറൻറ്റ് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഡേറ്റിംഗ് നിനക്കറിയോ, ഞാൻ കുറച്ച്
കാലമായിട്ട് ഇവിടുത്തെ ഹൗസ് വൈഫാ എന്ന് ചേട്ടൻ പറയുന്നതും ആ സമയത്താണ് അവിടേക്ക് സ്പെക്സുകാരൻ്റെ കോൾ വരുന്നത്. സ്പെക്സുകാരനാണെങ്കിൽ എടാ എൻ്റെ ഹോട്ടലിൽ വെച്ചിട്ട് ഇന്നൊരു വെഡ്ഡിംഗ് റിസപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ പെൺകുട്ടി അവളുടെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടിയത് കൊണ്ട് അത് ക്യാൻസലായി. പക്ഷേ എനിക്കാണെങ്കിൽ ഓൾറെഡി പേയ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, എന്തായാലും വീട്ടിലുണ്ടല്ലോ, നീ നമ്മുടെ അയൽവക്കത്തുള്ള എല്ലാവരെയും വിളിച്ച് ഇങ്ങോട്ട് വാ, ഇന്ന് എൻ്റെ വകയാണ് എല്ലാവർക്കും ട്രീറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് കിമ്മിനൊരു ഐഡിയ തോന്നുക. അവൻ ചോദിക്കുന്നുണ്ട് എടാ അവിടെ കേക്ക് ഉണ്ടോയെന്ന്. സ്പെക്സുകാരനാണെങ്കിൽ എടാ നിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന്, എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ പ്ലാൻ ചെയ്തത്, നീ ഇങ്ങോട്ട് വാ, ഇവിടെ 3 ടയറുള്ള കേക്ക് റെഡിയാണെന്ന് പറയുന്നതും കിമ്മിന് അങ്ങനെ സന്തോഷാവുകയാണ്. പിന്നീട് റെസ്റ്റോറൻറ്റിൽ സ്പെക്സുകാരൻ്റെ ചേട്ടനാണെങ്കിൽ എടാ എത്ര പേര് ഏകദേശം വരുമെന്ന് ചോദിക്കുമ്പോൾ ഒരു 20 പേരുണ്ടായിരിക്കും എന്ന് സ്പെക്സുകാരൻ പറയുന്നതും ചേട്ടനാണെങ്കിൽ ഡാ അച്ഛനും അമ്മയും വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ വരാതെ അവരെന്തായാലും വരുമെന്ന് ഇവൻ പറയുകയാണ്. അങ്ങനെ ഓരോ ഫാമിലീസ് ആയിട്ട് അവിടേക്ക് എത്തുന്നുണ്ട്. ഡെക്സോനയാണെങ്കിൽ ടേക്കിൻ്റെ കോച്ചിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടാണ് വരിക. ഈ ഒരൊറ്റ കൂട്ടുകാരിയെ നീ കൊണ്ടുവന്നുള്ളൂ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എല്ലാ കൂട്ടുകാരികളും കൊണ്ടുവരാൻ എന്ന് സ്പെക്സുകാരൻ ചോദിക്കുമ്പോൾ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പറയേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇവള് മാഗിയെയും ജായുവിനെയും അങ്ങോട്ട് വിളിക്കുമ്പോൾ സ്പെക്സുകാരൻ നിരാശനാവുകയാണ്. ഇവരായിരുന്നു എന്നിവൻ സ്വയം പറയുന്നുണ്ട്. കുറെ കാലമായാലോ നിന്നെ കണ്ടിട്ടെന്ന് ഇവർ ചോദിക്കുമ്പോൾ ഡെക്സോനയാണെങ്കിൽ ജായുവിനെ നോക്കി നിങ്ങളെ രണ്ടുപേരും ഞാൻ സെറ്റാക്കി തരട്ടെ എന്ന് സ്പെക്സുകാരനോട് ചോദിക്കുന്നതും ഇവനാണെങ്കിൽ അയ്യോ വേണ്ട, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് സ്പെക്സുകാരനാണെങ്കിൽ ടേക്ക് ഇതുവരെ വന്നില്ലല്ലോ, അവനിപ്പോൾ സ്റ്റാർ ആയതിനു ശേഷം ഒരു സ്ഥലത്ത് മര്യാദയ്ക്ക് എത്തില്ല എന്ന് പറയുന്നതും ടേക്കും കോച്ചും അസിസ്റ്റന്റും കൂടി വരികയാണ്. ഇവനാണെങ്കിൽ എന്താടാ ഇത്ര ലേറ്റ് ആയി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്തെന്ന് പറയുന്നത് കേട്ട് ബെസ്റ്റ്, വെറുതെ അല്ല ലേറ്റ് ആയെന്ന് ഇവൻ പറയുകയാണ്. ഇനി ആരാ വരാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ കിമ്മിന്റെ ഫാമിലി വന്നിട്ടില്ല എന്ന് ഡെക്സോന പറയുന്നത് കേട്ട് കിം ആണല്ലോ എല്ലാം സെറ്റാക്കാൻ പറഞ്ഞ, എന്നിട്ടെന്താ ഇവൻ ലേറ്റ് ആവുന്നതെന്ന് സ്പെക്സുകാരൻ പറയുന്നതും കിമ്മും കിമ്മിന്റെ ഫാമിലി അങ്ങോട്ട് എത്തുകയാണ്. കിമ്മാണെങ്കിൽ അച്ഛനെ മാറ്റി നിർത്തി ഒരു രഹസ്യം പറയുന്നതും രണ്ടുപേരും കൂടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന റൂമിലേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു തുടങ്ങുന്ന സമയത്ത് കിമ്മിന്റെ അമ്മയാണെങ്കിൽ ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ എന്തോ ഭയങ്കര സാഡിലായിരുന്നു, ഇപ്പം രാത്രി നിങ്ങളുടെ കൂടെയൊക്കെ ഇരുന്ന് ഡിന്നർ കഴിക്കുമ്പോൾ ഇത്തിരി ആശ്വാസം തോന്നുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട് ഡെക്സോനയുടെ അച്ഛനാണെങ്കിൽ ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനെ സാഡായിട്ട് ഇരിക്കല്ലേ എന്ന് പറയുകയാണ്. ആ സമയത്ത് ഫുഡ് വിളമ്പുന്ന ലേഡിയുടെ ആ ട്രേ അങ്ങ് തട്ടിപ്പോയി കിമ്മിൻ്റെ അമ്മയുടെ ഡ്രസ്സ് മൊത്തം അഴുക്കാവുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഈ വെയിട്രസ് പറയുന്നുണ്ട് ഇവിടെ ഡ്രസ്സ് ഉണ്ട്, ഒന്ന് ചേഞ്ച് ചെയ്തൂടെ എന്ന്. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പോകുന്നതും കിമ്മാണെങ്കിൽ സ്പെക്സുകാരൻ്റെ അടുത്ത് വന്ന് എടാ എല്ലാം സെറ്റായി, മ്യൂസിക് എന്താ സെറ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ മ്യൂസിക്കും കേക്കും എന്തിന് ഫോട്ടോ എടുക്കാൻ ആൾ വരെ സെറ്റാണെന്ന് ഇവൻ പറയുകയാണ്. കിമ്മാണെങ്കിൽ ചേട്ടനെ നോക്കി ചേട്ടനാണ് ഫ്ലവർ ബോയ് എന്ന് പറയുമ്പോൾ ഇന്നെൻ്റെ ഗേൾ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല ഞാൻ ആവാന്ന് പറയുകയാണ്. കിമ്മാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും പൊക്കെ ആരാ കൊടുക്കുക എന്ന് ചോദിക്കുമ്പോൾ ഇനി ഇവിടെ ഒന്നും ചെയ്യാത്തതായിട്ട് ഒരാളെ ഉള്ളൂ എന്ന് സ്പെക്സുകാരൻ പറയുന്നത് കേട്ട് അതാരാ എന്ന് കിമ്മ് ചോദിക്കുകയാണ്. ഇവനാണെങ്കിൽ നീ കൊടുത്താൽ മതി എന്നപ്പോൾ പറയുന്നുണ്ട്. സ്പെക്സുകാരനാണെങ്കിൽ പിന്നീട് ഡെക്സോനയുടെ അമ്മയോട് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി കിമ്മിൻ്റെ അമ്മയുടെ അടുത്തേക്ക് വിടുന്നുണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന കിമ്മിൻ്റെ അമ്മയാണെങ്കിലോ ഇനിയിപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വേണോ ഫുഡ് കഴിക്കാൻ, ഇതൊക്കെ ഇട്ട് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുമോ, എന്താ ചെയ്യുക ഒരവസ്ഥ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കിമ്മിൻ്റെ അമ്മ പുറത്തേക്ക് വരുന്ന സമയത്ത് എല്ലാവരും ഞെട്ടുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്ന സമയത്താണ് മ്യൂസിക് ഓൺ ആകുന്നത്. അമ്മയാണെങ്കിൽ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞ് വണ്ടർ അടിക്കുന്നതും തൊട്ടപ്പുറത്ത് നിന്ന് അച്ഛൻ നല്ല ഫോർമൽ ഡ്രസ്സിൽ വരുന്നത് കണ്ട് അമ്മയ്ക്ക് ആകെ സർപ്രൈസ്ഡ് ആവുകയാണ്. അമ്മയാണെങ്കിൽ പിന്നീട് നന്നായി കരയുന്നുണ്ട്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും സങ്കടവും സന്തോഷമൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം കിമ്മ് ബൊക്കെ കൊടുക്കുന്നു, ജങ്ങാണെങ്കിൽ പൂ വാരി എറിയുന്നുണ്ട്. അതിനുശേഷം കേക്ക് കൊണ്ടുവരുന്നത് ഫോട്ടോ എടുക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം അമ്മ ചോദിക്കുന്നുണ്ട് ഇത് ആരുടെ ഐഡിയ ആയിരുന്നു എന്ന്. ജങ്ങാണെങ്കിൽ അമ്മയുടെ മകളുടെ എന്ന് പറഞ്ഞ് കിമ്മിന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അമ്മ മകനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഞങ്ങളുടെ വെഡ്ഡിംഗ് ഫോട്ടോ ഫേക്ക് ആയിരുന്നു എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ അത് കണ്ടാൽ അറിയില്ലേ വെട്ടി ഒട്ടിച്ചതാണെന്ന് അപ്പോൾ ഇവൻ പറയുന്നുണ്ട്. സോ അതായിരുന്നു ഇവൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത്. അച്ഛനാണെങ്കിൽ കുട്ടികളെ എപ്പോഴും പറ്റിക്കാൻ പറ്റില്ല, അവർക്കും വിവരം വെച്ചു എന്ന് പറയുന്നുണ്ട്. അമ്മയാണെങ്കിൽ കരയുന്നത് കാണുമ്പോൾ ഇതിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്തിനാ കരയുന്നതെന്ന് കിമ്മ് ചോദിക്കുന്നതും തൊട്ടപ്പുറത്തിരിക്കുന്ന ഡെക്സോനയുടെ അച്ഛനാണെങ്കിൽ കരയല്ലേ, ഇത്ര നല്ല സംഭവങ്ങളൊക്കെ നടന്നിട്ട് കരയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്താണ് ഡെക്സോന വന്ന അച്ഛനോട് അച്ഛൻ ഞങ്ങളൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നതും ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്ന അമ്മയോട് ബോറാണ്. ഇത് അച്ഛൻ്റെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് ആണെന്ന് ഇവർ പറയുകയാണ്. അച്ഛനത് തുറന്നു നോക്കുമ്പോൾ താങ്ക് യു എന്നൊക്കെ എഴുതിയ ഒരു മൊമെന്റോ പോലത്തെ ഒരു സാധനമായിരിക്കും. കിമ്മിൻ്റെ അച്ഛനാണെങ്കിൽ അത് വാങ്ങിയിട്ട് ഇതിൽ ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലോ, ഇത് വായിക്കാമെന്ന് പറയുമ്പോൾ അത് വായിക്കേണ്ട എന്ന് ഡെക്സോനയും ബോറാനയും ഒക്കെ അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ തന്നെ വായിക്കട്ടെ എന്ന്. പക്ഷെ എല്ലാവരും സമ്മതിക്കുന്നില്ല. അങ്ങനെ കിമ്മിൻ്റെ അച്ഛൻ അത് വായിക്കുകയാണ്. കിമ്മിൻ്റെ അച്ഛൻ 2 സെന്റൻസ് വായിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ വേണ്ട, ഓൾറെഡി ഞാൻ കുറച്ച് ഇമോഷണലായി ഇരിക്കുക, ഇതെന്തായാലും ഞാൻ വായിക്കുന്നില്ല എന്ന് പറഞ്ഞ് അത് ഡെക്സോനയ്ക്ക് കൊടുക്കുന്നതും പിന്നീട് അത് ഡെക്സോന വായിക്കുന്നതുമാണ് കാണിക്കുന്നത്. 26 വർഷമായി ബാങ്കിൽ മാനേജർ ജോലി ചെയ്ത അച്ഛന് ഇനി റിട്ടയർമെന്റിന് ശേഷം ഇനി മാനേജർ എന്ന് വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വായിച്ചു തുടങ്ങുന്നത്. അതിൽ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്, അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ എപ്പോഴും ചെയ്യുന്ന കാര്യം ആവശ്യമില്ലാതെ വീട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും എന്നാണ്. അതുപോലെ അച്ഛൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചീത്ത വാക്ക് ഇതാണ്, അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ ചീത്ത വിളിക്കാറ്, അച്ഛൻ
അച്ഛനില്ലെങ്കിൽ വീട് ഉറങ്ങിയ പോലെയാണ്. അച്ഛനോട് ഇതുവരെ ഞങ്ങളൊരു വാമായിട്ടുള്ള വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അച്ഛനെ തന്നെയാണ്. അങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ലെറ്റർ പോലെ ആയിരിക്കും അത്. ഇത് വായിക്കുമ്പോൾ ദെക്സോന നന്നായി കരയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന എല്ലാവരുടെയും കണ്ണിൽ ഈറിനണിയിക്കുകയാണ്. ബോറാനെ റെസ്പെക്ട് ചെയ്യുന്ന ദെക്സോനയുടെ ബെസ്റ്റ് ഫ്രണ്ടായ നോളിന്റെ രക്ഷകനായ ഞങ്ങളുടെ അച്ഛന് ഒരുപാട് സ്നേഹത്തോടു കൂടി ഞങ്ങൾ ഈ ഗിഫ്റ്റ് തരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവളിത് അവസാനിപ്പിക്കുമ്പോൾ എല്ലാവരും ഒന്ന് സൈലന്റ് ആവുകയാണ്. അച്ഛനാണെങ്കിൽ ഇത് വായിക്കാൻ നീ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുന്നതും എല്ലാവരും ഇങ്ങനെ കണ്ണുനീരൊക്കെ തുടയ്ക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഈ മൂഡ് അങ്ങ് സാഡ് ആക്കുമെന്ന് അച്ഛൻ പറയുകയാണ്. സ്പെക്സുകാരൻ്റെ അച്ഛനാണെങ്കിലോ സ്പെക്സുകാരനെ നോക്കി എടാ ആ മ്യൂസിക് പ്ലേ ചെയ്യുമെന്ന് പറയുന്നതും ഏത് മ്യൂസിക് എന്ന് സ്പെക്സുകാരൻ ചോദിക്കുന്നതും പിന്നീട് അവർ കാര്യം മനസ്സിലാവും. അതായത് ഇവനും കിമ്മിന്റെ അമ്മയൊക്കെ കൂടി അന്നൊരു മ്യൂസിക് ഡാൻസ് കോമ്പറ്റീഷന് പോയത് ഓർമ്മയില്ലേ? അന്ന് കിമ്മിന്റെ അമ്മയ്ക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയില്ലല്ലോ. ആ പാട്ടാണ് പ്ലേ ചെയ്യുന്നത്. ആ പാട്ട് കേൾക്കുന്നതും മീറാന വന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. കൂടെ സ്പെക്സുകാരന്റെ അച്ഛനും. അങ്ങനെ എല്ലാവരും വന്ന് ഡാൻസ് കളിക്കുന്ന ഒരു നല്ല സീനാണ് അവിടെ കാണിക്കുന്നത്. പിന്നീട് അച്ഛനും അമ്മയും വീടിന്റെ പുറത്ത് കുറച്ചു നേരം തനിച്ചിരിക്കുന്നതും ഈ പെൻഷൻ ആയതിനെ പറ്റിയും ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല അല്ലേ, സമയം ഒരുപാട് കടന്നുപോയി എന്ന് പറയുമ്പോൾ സമയം നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കടന്നു പോകുന്നുണ്ട് എന്നൊക്കെ അമ്മ സംസാരിച്ച് ആളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നൈസ് സീൻ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് സീനിൽ 4 അമ്മമാരും കൂടി വർത്താനം പറയുന്ന സമയത്ത് സ്പെക്സുകാരന്റെ അമ്മയ്ക്ക് ഒരു സൂപ്പർ മാർക്കറ്റിലെ കാഷ്യർ ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ മറ്റമ്മമാരാണെങ്കിൽ നിങ്ങളെ സമ്മതിക്കണം, ഇപ്പോഴും ജോലിക്ക് പോകാൻ തോന്നുന്നുണ്ടല്ലോ, അല്ലെങ്കിലും നിങ്ങൾ മുന്നേ ജോലിക്ക് പോയ ആളല്ലേ, പെട്ടെന്ന് ജോലിയൊക്കെ നിർത്തി ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ആലോചിക്കാൻ കൂടി പറ്റുണ്ടാവില്ല എന്നൊക്കെ ഇവർ ചോദിക്കുകയാണ്. ആ സമയത്ത് സ്പെക്സുകാരൻ്റെ അമ്മ പറയുന്നുണ്ട്, കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നി, ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് ഒരു സമാധാനത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ലേഡീസ് ആണെങ്കിൽ അയ്യോ അപ്പോൾ വീട്ടിൽ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് അവർ പേരക്കുട്ടികളൊക്കെ നോക്കിയോ എന്ന് ചോദിക്കുകയാണ്. സുൻവോൻ്റെ അമ്മയാണെങ്കിൽ വെറുതെ അല്ല, ആളിടയ്ക്കൊക്കെ വന്ന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോയിരുന്നു വീട്ടിൽ നിന്ന്, പക്ഷെ നമ്മൾ അറിഞ്ഞില്ലല്ലോ താൻ അവിടെ ഇല്ല എന്ന്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യായിരുന്നു എന്ന് പറയുകയാണ്. അതൊന്നും കുഴപ്പമില്ല, ഞാനില്ലെങ്കിലും ആൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്ത്, ഞാൻ പോലും ഇത്രയ്ക്കും വിചാരിച്ചില്ല, എന്നോട് തിരിച്ചു വരാൻ പറഞ്ഞ് എന്നെ കോള് പോലും ചെയ്തില്ല, എന്നെ ഡിസ്റ്റർബ് ചെയ്തില്ല, ഒരു പക്ഷേ എന്നെ നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ, എനിക്കത് ഒരുപാട് സന്തോഷമായി, ഇപ്പം എനിക്കിതിരി സമാധാനം ഉണ്ടെന്ന് പറയുന്നതും സ്പെക്സുകാരൻ്റെ അച്ഛൻ ആ ടൈമിൽ കുട്ടീനെ നോക്കിയതൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. ഓ ആൾ എന്ത് നല്ല മനുഷ്യനാണല്ലേ എന്ന് ലേഡീസ് പറയുന്നതും അപ്പോഴാണ് അവിടേക്ക് ബോറാനെ കയറി വരുന്നത്. അമ്മയാണെങ്കിൽ ഇവളോട് എന്തോ സാധനം വാങ്ങാൻ പറഞ്ഞിരുന്നു. ഇവളത് കൊടുക്കുന്ന സമയത്ത് ഇവളുടെ കയ്യിൽ റിങ് സുൻവോന്റെ അമ്മയും ദെക്സോനയുടെ അമ്മയും ശ്രദ്ധിക്കുകയാണ്. ബോറാനെ പോയതിനു ശേഷം ബോറാനിക്ക് കല്യാണപ്രായമൊക്കെ ആയില്ലേ, അവൾ ആരെങ്കിലും ഡേറ്റിംഗ് ചെയ്യുന്നുണ്ടോ എന്ന് കിമ്മിന്റെ അമ്മ ചോദിക്കുമ്പോൾ ആരെയായിട്ട് ഡേറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് അമ്മ പറയുന്നതും ആ സമയത്ത് തന്നെയാണ് അങ്ങോട്ട് സുൻവോ വരുന്നത്. സുൻവോന്റെ അമ്മയും ഇതുപോലെ എന്തോ വാങ്ങാൻ പറഞ്ഞിരുന്നു. അത് കൊടുക്കുന്ന സമയത്ത് സുൻവോന്റെ കയ്യിലും അതേ സെയിം റിങ് തന്നെ ഈ 2 അമ്മമാരും ശ്രദ്ധിക്കുകയാണ്. ഇവർ രണ്ടുപേരും ആകെ ഡൗട്ട് അടിച്ചിരിക്കുന്നതിലൂടെയാണ് എപ്പിസോഡ് 19 ഇവിടെ അവസാനിക്കുന്നത്.